എയർ കണ്ടീഷണറുകളില്ലാത്ത അംബാനിയുടെ വീട്. റിലയൻസ് ഗ്രൂപ്പ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയും കുടുംബവും താമസിക്കുന്ന മുംബൈയിലെ ആഡംബര വസതിയായ ആന്റിലിയയിൽ AC ഇല്ല എന്നതാണ് വാസ്തവം. അത്യാധുനിക സാങ്കേതിക വിദ്യകളുള്ള ആന്റിലിയയിൽ പരമ്പരാഗത എയർ കണ്ടീഷണറുകളോ ഔട്ട്ഡോർ യൂണിറ്റുകളോ ഇല്ല എന്നത് ശ്രദ്ധേയമാണ്. ആന്റിലിയയിൽ എന്തുകൊണ്ടാണ് എയർ കണ്ടീഷണറുകൾ ഇല്ലാത്തതെന്ന് നോക്കാം. ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഇൻഡോർ താപനില യാന്ത്രികമായി നിലനിർത്താൻ കഴിയുന്ന ഒരു കേന്ദ്രീകൃത കൂളിംഗ് സംവിധാനം ആന്റിലിയയ്ക്കുള്ളത്. ഇത് നിയന്ത്രിക്കാൻ വൈദ്യുതിയുടെ ആവശ്യമില്ല. ഇത് കൂടാതെ വസതിയിലെ താപനില നിയന്ത്രിക്കാൻ മാർബിൾ ഉപയോഗിച്ചുള്ള നിലം, ചെടികൾ, മറ്റ് അലങ്കാര സസ്യങ്ങളും വളർത്തുന്നതും പതിവുണ്ട്. പുറത്തുവന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വീടിന്റെ വിവിധ ഭാഗങ്ങൾക്കനുസരിച്ച് താപനില വ്യത്യസ്തമായി ക്രമീകരിക്കപ്പെടുന്നുണ്ട് എന്നാണ്. നടിയും മോഡലുമായ ശ്രേയ ധന്വന്തരി ദ ലവ് ലൈവ് പരിപാടിക്കിടയിൽ ആന്റിലിയ സന്ദർശിച്ചപ്പോൾ ഉണ്ടായ അനുഭവം പങ്കുവച്ചു. വീടിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ നല്ല തണുപ്പ് അനുഭവപ്പെട്ടു. കൂളിംഗ് കുറയ്ക്കാൻ ഫ്ലോർ മാനേജറോട് ആവശ്യപ്പെട്ടെങ്കിലും വീടിനുള്ളിലെ സസ്യങ്ങൾക്കും പൂക്കൾക്കും അനുസരിച്ചാണ് താപനില ക്രമീകരിച്ചിരിക്കുന്നതെന്നും മാറ്റാൻ കഴിയില്ലെന്നും പറഞ്ഞു. ആന്റിലിയ മിക്കപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. 15,000 കോടി രൂപ ചെലവഴിച്ചാണ് ഈ വസതി നിർമ്മിച്ചിട്ടുള്ളത്. 27 നിലകളുള്ള ആഡംബര വസതിയുടെ ഏറ്റവും മുകളിലെ നിലയിലാണ് അംബാനിയും കുടുംബവും താമസിക്കുന്നത്. 4 ലക്ഷം ചതുരശ്ര അടിയിലാണ് ആന്റിലിയ നിർമ്മിച്ചിട്ടുള്ളത്. പെർക്കിൻസ് ആൻഡ് വിൽ, ഹിച്ച് ബദ്നാർ അസോസിയേറ്റഡ് എന്നീ അമേരിക്കൻ കമ്പനികളാണ് ആന്റിലിയ ഡിസൈൻ ചെയ്തതും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചതും. 2008 നിർമ്മാണം ആരംഭിച്ച വെറും 2 വർഷങ്ങൾ കൊണ്ടാണ് കെട്ടിടം പണിതത്. 173 മീറ്ററാണ് ആന്റിലിയയുടെ ഉയരം. പുരാണങ്ങളിൽ പറയപ്പെടുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ദ്വീപിൽ നിന്നാണ് അംബാനി തന്റെ വസതിക്ക് ആന്റിലിയ എന്ന പേര് നൽകിയത്. ഒരു വീടെന്നതിലുപരി ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയ കെട്ടിടം കൂടിയാണിത്. 3 ഹെലിപാഡുകൾ, മൾട്ടി സ്റ്റോറി കാർ പാർക്കിംഗ്, 3 ഹൈസ്പീഡ് എലിവേറ്ററുകൾ എന്നിവ ആന്റിലിയയുടെ സവിശേഷതകളിൽ ചിലത് മാത്രമാണ്. റിക്ടർ സ്കെയിലിൽ 8.0 തീവ്രതയുള്ള ഭൂകമ്പത്തെ വരെ ആന്റിലിയയ്ക്ക് അതിജീവിക്കാനാവും. അതേസമയം വഖഫ് സ്വത്തായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഭൂമിയിലാണോ ആന്റിലിയ നിലനിൽക്കുന്നതെന്നത് അടുത്തിടെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. മഹാരാഷ്ട്ര വഖഫ് ബോർഡിൽ 3/2 ഭൂരിപക്ഷത്തിന്റെ അനുമതി ഇല്ലാതെയാണ് വിൽപ്പന നടന്നതെന്നും വിൽപ്പന അനുവദിച്ച കമ്മീഷണർക്ക് ഇതിനുള്ള നിയമപരമായ അധികാരമില്ലെന്നുമുള്ള വാദങ്ങളാണ് അന്ന് ഉയർന്നത്. വഖഫുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മുൻപും ആന്റിലിയ പല തരത്തിലും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. സാമ്പത്തിക അസമത്വം വലിയ തോതിൽ നിലനിൽക്കുന്ന മുംബൈയിൽ പണം വലിയ തോതിൽ ധൂർത്തടിച്ച് കൊട്ടാരം നിർമ്മിച്ചു എന്നതായിരുന്നു ആന്റിലിയ നേരിട്ട പ്രധാന വിമർശനങ്ങളിൽ ഒന്ന്. 2002 സ്വത്തിന്റെ ഉടമസ്ഥരായിരുന്ന ട്രസ്റ്റ് ഭൂമി കൈമാറ്റം ചെയ്യാൻ തീരുമാനിച്ചത്. മാസങ്ങൾക്കുള്ളിൽ വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി ലഭിക്കുകയും ചെയ്തു. സ്വപ്നഭവനം നിർമ്മിക്കുന്നതിനായി അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ അംബാനി ശ്രമിച്ചിരുന്ന സമയമായിരുന്നു അത്. അങ്ങനെ ദക്ഷിണ മുംബൈയിലെ അൾട്ടാമൗണ്ട് റോഡിൽ സ്ഥിതി ചെയ്യുന്ന 4532.39 ചതുരശ്ര മീറ്റർ പ്രോപ്പർട്ടി അംബാനി വാങ്ങി. അന്ന് $1.5 ബില്യൺ വിലമതിപ്പുണ്ടായിരുന്ന ഭൂമി അംബാനിക്ക് $2.5 മില്യൺ ലഭിച്ചതെന്നും പറയപ്പെടുന്നു. ഭൂമി ഏറ്റെടുത്തതിന് ശേഷം എല്ലാ രേഖകളും സമർപ്പിച്ചാണ് ലോകത്തിലെ മുൻനിര വീടുകളിലൊന്ന് നിർമ്മിക്കാനുള്ള അനുമതി അംബാനി തേടിയത്. എന്നാൽ ഉടമസ്ഥത നേടി 4 വർഷങ്ങൾക്കിപ്പുറമാണ് ആന്റിലിയയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.